നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. ഇന്ന് നമ്മൾ ചോറിനൊക്കെ സൈഡ് ഡിഷ് ആക്കാൻ പറ്റിയ ഒരു സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള സോസേജ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സോസേജ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സോസേജിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് വിനീഗർ, ഒരു 1/2 ടീസ്പൂണോളം വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാല പെട്ടെന്ന് തന്നെ നമ്മുടെ സോസേജിലേക്ക് പിടിച്ച് കിട്ടിക്കോളും. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവാള റെഡിയാക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4-5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, വലിയ വെളുത്തുള്ളി. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ നേരത്തെ സോസേജ് മാറിനേറ്റ് ചെയ്യാൻ നേരം അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും സവാളയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ നന്നായിട്ട് സവാളയും വെളുത്തുള്ളിയും വഴറ്റിയെടുത്താൽ നമ്മൾ സോസേജ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഒരു പകുതി വഴന്ന് വരുമ്പോഴേക്കും സോസേജ് ചേർത്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചോറിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ്, ഒരു സൈഡ് ഡിഷാണ്. ഇപ്പം മീനോ ഇറച്ചിയോ ഒന്നും ഇല്ല, നമ്മുടെ കയ്യിൽ സോസേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ ഒരു നേരത്തെ കാര്യം കുശാലാവും. എൻ്റെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഈ സോസേജ് ഇതിനു മുമ്പ് കറിയൊക്കെ ആക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നി. അതാണ് നിങ്ങളായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സോസേജ് ഇതാ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ സോസേജ് റെഡിയായി കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അടുത്തായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സോസേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.